ഈ ഒരു ക്രാഫ്റ്റ് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു ക്രാഫ്റ്റായിരുന്നു. ആൻഡ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആൻഡ് ടിഷ്യൂ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യുക. ആൻഡ് കട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് 4 ഭാഗമായിട്ട് മടക്കണം. മടക്കിയിട്ട് കുറച്ച് പണിയുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് തുറക്കാനൊക്കെ. വീട്ടിൽ കാണുന്നമാതിരി മടക്കുക, എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് കട്ട് ചെയ്തെടുത്ത സാധനത്തിൻ്റെ അടിയിലേക്ക് മീൻസ് അതിൻ്റെ ആ ഒരു കോർണർ ഭാഗത്ത് ഒരു പിങ്ക് കളർ അടിച്ചു കൊടുക്കണം. ഈ ഒരു പിങ്ക് കളർ അടിക്കുമ്പോൾ ഒരുപാട് കുത്തി അടിക്കരുത്, അത് ടിഷ്യൂ കീറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അടിക്കുമ്പോൾ മീൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത് പടർന്ന് പോയിക്കോളും. ഒരുപാട് ടച്ച് ചെയ്യരുത്, അപ്പോഴും കീറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഇത്രേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര വേണം ഫ്ലവേഴ്സിന്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് കുറഞ്ഞു പോയി. പിന്നെ ഞാനൊരു 4-5 ടിഷ്യൂ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അടിയിൽ പിടിച്ചിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി, അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ആയി കിട്ടും. ആൻഡ് കാർഡ്ബോർഡ് നമുക്കൊരു ഏത് ഫോം ബോർഡ്, കാർഡ്ബോർഡ് അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉപകാരമൊന്നും ഇല്ല, അതുകൊണ്ട് എന്താ ചെയ്യുക. വീട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു ക്രാഫ്റ്റായിരുന്നു. ആൻഡ് ബാക്ക് ടു ദ ടോപ്പിക്. പിന്നെയും ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒട്ടിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഒട്ടിക്കുക, ഒരു ഗ്യാപ്പൊന്നും വിടാണ്ട് ഒട്ടിക്കുക. ആൻഡ് ഗ്ലൂ ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഒലിച്ച് പോകും. ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഫൈനൽ ലുക്ക് ഇത് അത്രയേ ഉള്ളൂ. ഇതന്നെയാണ് ഫൈനൽ ലുക്ക്. ഇനി ഞാൻ അറ്റൊന്ന് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. ബൈ.